കേരളത്തിലെ സമകാലിക രാഷ്ട്രീയത്തെ അങ്ങ് എങ്ങനെയാണ് വിലയിരുത്തുന്നത്? കേരള രാഷ്ട്രീയത്തിൻ്റെ വലിയ പ്രത്യേകത രണ്ട് മുന്നണികൾ, ഏറെക്കുറെ ശക്തമായ കരുത്തരായ രണ്ട് മുന്നണികൾ ഇങ്ങനെ ഏറ്റുമുട്ടുന്ന, അതിലൊന്ന് ഭരണത്തിലെത്തുന്ന ഒരു രാഷ്ട്രീയമാണ് കേരളത്തിലേത്. വർഷങ്ങളായിട്ട് ഇതാണ് രീതി. കൃത്യമായ ഇടവേളകളിൽ ഒന്ന് മറ്റൊന്നിനെ പരാജയപ്പെടുത്തി അധികാരത്തിൽ വരുന്ന ഒരു തുടർച്ച. രണ്ടാം പിണറായി സർക്കാർ വന്നതോടുകൂടി ആ തുടർച്ചയ്ക്ക് മാറ്റം ഉണ്ടായെങ്കിലും കോൺഗ്രസ് ഒരു ശക്തമായിട്ട് തന്നെ, കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള ഐക്യജനാധിപത്യ മുന്നണി ഒരു ശക്തമായ മുന്നണിയായിട്ട് തന്നെ നിൽക്കുന്നു. അങ്ങപ്പുറത്ത് CPM-ൻ്റെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി. അപ്പോഴതിൻ്റെ ഏറ്റവും പുതിയ ഘടകം എന്ന് പറയുന്നത്, ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ ഇനി ഏകദേശം ഒരു വർഷത്തിലധികം മാത്രമേ ഉള്ളൂ അടുത്ത തെരഞ്ഞെടുപ്പിന്. ആ തെരഞ്ഞെടുപ്പിൽ ഭരണ തുടർച്ച നേടാൻ പിണറായി വിജയന് കഴിയുമോ, ഇടതുപക്ഷത്തിന് കഴിയുമോ, അല്ലെങ്കിൽ ഭരണം തിരിച്ചു പിടിക്കാൻ കോൺഗ്രസ്സിന് കഴിയുമോ എന്ന വലിയ ചോദ്യമാണ്. അതുകൊണ്ട് തന്നെ കേരള രാഷ്ട്രീയം ശക്തമായ ഒരു പോരാട്ടം, രണ്ട് മുന്നണികളും തമ്മിലുള്ള പോരാട്ടവും സംഘർഷവും അതിലേക്ക് ഇങ്ങനെ നീങ്ങുകയാണ്. ഇപ്പം എനിക്ക് പറയാനുള്ളത്, ഇതിനിടയ്ക്കാണ് BJP ഈ രണ്ട് മുന്നണികൾക്കും ഇടയ്ക്കൊരു സ്പേസ് കണ്ടെത്തുക. രണ്ട് കൊടുമുടികൾ പോലെ രണ്ട് മുന്നണികൾ നിൽക്കുകയാണ്. അതിനിടയ്ക്കൊരു സ്പേസ് കണ്ടെത്തുക എന്ന് പറയുന്നതാണ് BJPയുടെ മുന്നിലുണ്ടായിരുന്ന, വർഷങ്ങളായിട്ട് BJPയുടെ മുന്നിലുണ്ടായിരുന്ന ഒരു വെല്ലുവിളി. ആ വെല്ലുവിളി എത്ര കണ്ട് അവർക്ക് വിജയിക്കാൻ കഴിയും എന്നുള്ളതൊരു വലിയ വിഷയമാണ്. ഒരു ഘട്ടത്തിലൊക്കെ അവർ പറയുന്ന ഒരു സീറ്റെങ്കിലും കിട്ടാൻ അവർക്ക് എങ്ങനെ കഴിയും. ഇപ്പോഴും ഈ രണ്ട് മുന്നണികളും BJPയെ കൊണ്ട് അടുപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്. അതവരുടെ രാഷ്ട്രീയം. പിന്നെ തെക്കേ ഇന്ത്യയിൽ BJPക്ക് ഒരു വേരോട്ടമില്ലല്ലോ. കർണാടകയിലുണ്ടായിരുന്നു, അതുപോലും കോൺഗ്രസ് തിരിച്ചു പിടിച്ചു. തെലങ്കാന കോൺഗ്രസിൻ്റെ കയ്യിൽ തന്നെയാണിപ്പോൾ. അങ്ങനെ തമിഴ്നാട് DMK ഇങ്ങനെ ആധിപത്യത്തോടു കൂടി നിൽക്കുന്നു. അതുകൊണ്ട് ദക്ഷിണേന്ത്യയിലേക്ക് കാലുകുത്തുക, ദക്ഷിണേന്ത്യയിൽ വേരോട്ടമുണ്ടാക്കുക BJPയുടെ മുന്നിലുള്ള ചലഞ്ചാണ്. അപ്പോൾ ഇതെല്ലാം കൂടെ കേരളത്തിൽ വരുമ്പോഴത്തേക്ക് ആകത്തുക എന്ന് പറയുന്നത് ഒരു ത്രികക്ഷി പോരാട്ടം എന്ന നിലയിലേക്കെങ്കിലും ഇതിനെ എത്തിക്കുക എന്നുള്ളത് BJPയുടെ ആവശ്യമാണ്. പക്ഷേ ഞങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടിക്കൊള്ളാം എന്ന് കണ്ട് രണ്ട് മുന്നണികളും ഒന്നിച്ച് പരസ്പരം ഏറ്റുമുട്ടുന്നു. ഇതാണ് കേരള രാഷ്ട്രീയത്തിൻ്റെ ഇപ്പോഴത്തെ സ്ഥിതിയുടെ രത്നച്ചുരുക്കം എന്ന് പറയുന്നത്.